ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അന്വേഷണം അട്ടിമറിച്ച് സർക്കാർ. വേടനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് പോലീസ് പറഞ്ഞു. തൃക്കാക്കര ASPയുടെ നേതൃത്വത്തിലുള്ള ടീം വേടനെ തേടി കേരളത്തിന് പുറത്തേക്ക് പോകില്ല. ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ടതോടെയാണ് അന്വേഷണ സംഘം നിഷ്ക്രിയമായത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ബലാത്സംഗ കേസ് പ്രതിയാണ്, പക്ഷേ പുറത്തേക്ക് പോയോ എന്ന സംശയം പോലുമുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി അന്വേഷിക്കാൻ ഞങ്ങളില്ല എന്ന് പോലീസ് അങ്ങ് സ്വയം തീരുമാനിക്കുകയാണ്. അതെ കൃഷ്ണരാജ്, അതായത് റാപ്പർ വേടനെതിരായിട്ടുള്ള ബലാത്സംഗ കേസ് പോലീസ് എടുത്തതിന് ശേഷം ഒരു നിഷ്ക്രിയത്വം പാലിക്കുന്ന സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. കേസെടുത്ത് 2 ആഴ്ച പിന്നിടുമ്പോഴും റാപ്പർ വേടൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് പോലീസിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി 18-ാം തീയതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞത് അന്വേഷണം സംഘം 2ആയിട്ട് തിരിഞ്ഞുകൊണ്ട് ഇതര സംസ്ഥാനത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ളതായിരുന്നു നിലപാട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്. അതായത് റാപ്പർ വേടനെ എവിടെയാണെങ്കിലും പിടികൂടുമെന്നുള്ളതായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. പക്ഷേ കൃത്യമായിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഭാഗത്തൊന്നും പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ലുക്കൌട്ട് നോട്ടീസ് നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് മാത്രമാണ് നിലവിലെ പുരോഗതി എന്ന് പറയുന്നത്. മറിച്ച് റാപ്പർ വേടൻ എവിടെയാണെന്ന് പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഇതര സംസ്ഥാനത്തേക്ക് പോകുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല. സർക്കാർ ഈ അന്വേഷണം അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം റാപ്പർ വേടനെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിന് നേരത്തെ ഉള്ള ഒരു അജണ്ട തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ കേസ് ഒരു മന്ദഗതിയിലാക്കുക, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ആ ഒരു ഘട്ടം വരെ റാപ്പർ വേടനെ ഒളിവിൽ താമസിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടനെ തിരഞ്ഞ് കണ്ടെത്തേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസ് തുടരുന്നത്. എന്തായാലും 18-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന സമയത്ത് എതിർത്തുകൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എതിർപ്പ് മാത്രമേ പ്രോസിക്യൂഷന് ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എത്രത്തോളം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനായിട്ട് പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുന്നതിൽ ചില വെല്ലുവിളികൾ പോലീസിന്റെ പക്കലുണ്ട്. അത് മാത്രമല്ല, ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് തെളിവുകളായിട്ട് പോലീസിന് നിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും റാപ്പർ വേടനെ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടനെ സഹായിക്കുന്ന ഒരു സമീപനം പോലീസ് സ്വീകരിച്ചു വരികയാണ്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷണവുമായിട്ട് ഈ പറയുന്ന ഇതര സംസ്ഥാനത്തേക്ക് പോകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരോടടക്കം നമ്മൾ അന്വേഷിച്ച സമയത്തും ഇത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും സർക്കാരിന്റെ ആ ഒരു ആവശ്യം, അതായത് ഈ കേസ് അന്വേഷണം അപ്പാടെ അട്ടിമറിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം തന്നെയാണ് പോലീസ് നിറവേറ്റുന്നത്. ഇനി 18-ാം തീയതി പ്രോസിക്യൂഷൻ എന്ത് നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിക്കുക, റാപ്പർ വേടനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് വിധത്തിൽ അന്വേഷണം നടന്നു, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കേണ്ടത്. റാപ്പർ വേടന്റെ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അടക്കം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണം മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. കൃഷ്ണരാജ്, ശരി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കുകയാണ് സർക്കാരും പോലീസും. ഒരു വിവരവുമില്ല വേടനെ കുറിച്ചെന്നാണ് പോലീസ് പറയുന്നത്. തേടിപ്പോകാൻ തയ്യാറുമല്ല കേരളത്തിന് പുറത്തേക്ക്. ഏതായാലും ഉന്നത ബന്ധങ്ങൾ വ്യക്തമാകുന്നു, ഉന്നത സമ്മർദ്ദം തെളിയുന്നു. വിവരങ്ങളുമായി ഒപ്പം ചേർന്നത് രേഷ്മ ബാബു.